കേരളത്തിലെ ഒരു സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടി സംസാരിച്ച ഒരു ഡോക്ടറെ എങ്ങനെ കളങ്കിതനാക്കാം എന്ന ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണം പൊളിഞ്ഞു പാളീസായി പോയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കണ്ടത്. ആ ഒരു കാഴ്ചക്ക് പിന്നാലെയാണ് ഇനി കൂടുതൽ നടപടികളിലേക്കൊന്നും കടക്കേണ്ടതില്ല, പൊതുജന വികാരം വളരെ ശക്തമായി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ നീക്കങ്ങളെ അത് ജനം പൂർണ്ണമായും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗത്തിൽ ഇനി അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളിലായിരുന്നു അന്വേഷണം വേണ്ടത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വല്ല വാസ്തവമുണ്ടോ രോഗികളുടെ കാര്യത്തിൽ. പക്ഷെ അത് ആദ്യം തന്നെ അവിടെ ഉപകരണങ്ങൾക്ക് കുറവുണ്ട് എന്ന കാര്യം ഈ വിദഗ്ധ സമിതിക്ക് തന്നെ ബോധ്യപ്പെടുകയും അതിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ ഉപകരണങ്ങൾ എത്തിച്ച് ശസ്ത്രക്രിയ തുടങ്ങി. രണ്ടാമത്, ഇങ്ങനെ ഒരു ആരോപണം സർക്കാരിനെതിരെ ഉയർത്തിയ ഡോക്ടറെ കളങ്കിതനാക്കാൻ ആരോഗ്യമന്ത്രി തന്നെ തൊടുത്തുവിട്ട ഒരു ആരോപണമായിരുന്നു ഈ ഉപകരണം കാണാനില്ല എന്നുള്ളത്. ഉപകരണം കാണാനില്ല എന്ന വാർത്ത, അത് സംബന്ധിച്ച് അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു DME തലത്തിൽ. അതിലാണ് വലിയ തോതിൽ സർക്കാർ പ്രതിക്കൂട്ടിലായി പോയത്, ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലായത്. ഇനി അതിൽ ഉപകരണം ഒന്നും കാണാതായ പ്രശ്നങ്ങളില്ല, അതെല്ലാം അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, ഡോക്ടറെ കളങ്കിതനാക്കാനുള്ള അല്ലെങ്കിൽ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കാനുള്ള നീക്കവും പൊളിഞ്ഞിരിക്കുന്നു. അതായത് അവിടെ അസ്വാഭാവികമായ ഒരു പെട്ടിയുമില്ല, ആ പെട്ടിക്കകത്ത് റിപ്പയറിന് കൊടുത്ത നെഫ്രോസ്കോപ്പാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ബില്ലിൽ ഒരു അസ്വാഭാവികതയുമില്ല, അതൊരു പർച്ചേസ് ബില്ലല്ല, അത് ഒരു ചലാനാണ് എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇനി കൂടുതൽ നാടകമൊന്നും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച തന്നെ DMEയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ശുപാർശയും ഉണ്ടാകില്ല. അതായത് ഡോക്ടർക്കെതിരെ ഒരു ഉപകരണ മോഷ്ടാവ് എന്ന നിലയിലാക്കാനാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. പക്ഷേ അങ്ങനെ ഒന്നും കണ്ടെത്താത്ത പശ്ചാത്തലത്തിൽ ഒരു ശുപാർശയും ഇല്ലാതെ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. സർക്കാർ എത്രയും വേഗത്തിൽ അത് അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത്. അതായത് ഇനി ആ വിഷയത്തിൽ കൂടുതൽ നടപടിയിലേക്ക് കടന്നാൽ കൂടുതൽ മുഖം വികൃതമാകും എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഏറ്റവും ഉന്നതരായ 2 പേരാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. നെഫ്രോസ്കോപ്പ് തിരിച്ചറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവരങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നതാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഉന്നത കേന്ദ്രങ്ങൾ ഏതാണ് എന്നത് സംബന്ധിച്ച് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് സംബന്ധിച്ച് എന്തെങ്കിലും, അതായത് ആ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും ഇനി സർക്കാർ കൂടുതൽ കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും പൊതുജനത്തിനൊരു ചോദ്യമുണ്ട്, അങ്ങനെ ഈ ഡോക്ടർമാരെ കൊണ്ട് ഒരു പാതിവെന്ത കഥ പറയിപ്പിച്ചത് ആരാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് DMEയിൽ നിന്ന് തന്നെയാണ്. കാരണം DMEയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിന്റെ എന്തിനാണ് വിളിച്ചിത്തരം ഒരു നിർദ്ദേശം കൊടുത്തത് എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. അത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്, ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനാവാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്.